തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലെത്തിച്ച കെഎസ്ആർടിസി ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചത് 3/4 മണിക്കൂറോളം. പന്നിത്തടത്ത് ലോറിയും ബസ്സും ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ രാജേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് ആംബുലൻസ് ഡ്രൈവർ സാദിഖ് പറഞ്ഞു. ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. അപകടത്തിന് ശേഷം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡ്രൈവർ രാജേഷിനെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്താണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ രാജേഷ് നേരിട്ടത് ഗുരുതര അനാസ്ഥ. ബെഡ് ഇല്ലാത്തതിനാൽ സ്ട്രെച്ചറിൽ തന്നെ കിടത്തിയെന്നും ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. ബൈസ്റ്റാൻഡറായില്ല, ഞാൻ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഉറങ്ങാം, ഒരാൾ മാത്രമേ എണിച്ചിരിക്കണുള്ളൂ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല. കാരണം ഇവരൊന്നും നോക്കണില്ല, ഒന്നും ചെയ്യണില്ല. അപ്പം പിന്നെ നമ്മൾ നേരെ അവർ റെഡ് സോണി കൊണ്ടുപോകുന്നു. റെഡ് സോണി കൊണ്ടുപോയിട്ടും അവിടെ വെറുതെ കിടപ്പന്നെ, ബെഡില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രോളിയിൽ തന്നെ നിർത്തിക്കവര്. മൂക്കിലും ചെവിയിലും രക്തം വാർന്നൊഴുകുന്ന രോഗിയെ കണ്ടിട്ടും ആശുപത്രിയിലുള്ളവർ തിരിഞ്ഞു നോക്കിയില്ല. ചികിത്സ വൈകിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രിയല്ലേന്ന് ഡോക്ടറുടെ മറുപടി. ഒടുവിൽ കെഎസ്ആർടിസി അധികൃതരെ ആംബുലൻസ് ഡ്രൈവർ വിവരമറിയിച്ചു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജിന്റെ പ്രതികരണം. 15 ബെഡിലും ആളുകളുണ്ട്. കാരണം വെന്റിലേറ്റർ പേഷ്യൻസ് ആണ്. ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ട്രോളിയിൽ കിടത്തിയിട്ട് ആ പേഷ്യന്റിന് ന്യൂറോ സർജനെ വിളിക്കുകയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഡ്രൈവർ ആംബുലൻസ് ഡ്രൈവർ, കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ, ഇവിടെ മുഴുവൻ തിരക്കാണ്, ഇവിടെ ഒട്ടും സൗകര്യമില്ല പേഷ്യന്റിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബഹളമുണ്ടാക്കി. അതിനുശേഷം ഈ രോഗിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. പന്നിത്തടത്തെ അപകടത്തിൽ 14 പേർക്കാണ് പരിക്കേറ്റത്. 3 പേരുടെ നില ഗുരുതരമാണ്. ജനം, തൃശൂർ.